ഹായ് സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോഷി എന്നാണ്. ഞങ്ങളുടെ കോൺഫിഡൻസിലെ സെയിൽസ് സ്റ്റാഫാണ്. സാറിൻ്റെ പേര് എങ്ങനെയാണ്? സാർ ഇപ്പോൾ ഏത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്? അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യും. 402 അജിത വിനോദ് എന്നാണല്ലേ? ഓക്കെ സാർ, 4th ഫ്ലോർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ. സാർ ഇപ്പോൾ എന്നാ ബുക്ക് ചെയ്തത്? ഒരു 3 years ആയി. ഓക്കെ. സോ ഇനീഷ്യൽ ടൈമിൽ ബുക്ക് ചെയ്ത കസ്റ്റമർ ആണ്. ആ സമയത്ത് എന്തായിരുന്നു നമ്മോട് കണ്ടേ? ഇപ്പോൾ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഏരിയയിൽ ഇത് താഴേക്ക് എങ്ങനെയൊക്കെ ആയിട്ട്, പക്ഷെ തിരിച്ചിപ്പോൾ വന്നപ്പോൾ ഭയങ്കര അതിശയിപ്പിക്കുന്നൊരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായിരുന്നത്. നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ. അതായത് കോൺഫിഡൻറ്റ് പേര് പോലെ തന്നെ നമുക്ക് അവരിലൊരു വിശ്വാസം, അതെ, ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. മാം സംസാരിച്ച് തുടങ്ങിയത് ഒരു എക്സിക്യൂട്ടീവ് ആണ്. അയാളുടെ പേര് എങ്ങനെയാണ്? അതിനുശേഷം ബാക്കിയുള്ള സ്റ്റാഫുമായിട്ടുള്ള ഡീലിംഗ് എങ്ങനെയാണ്? ഞാൻ വിജിതയാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ഫസ്റ്റ് ടൈം. ഷീസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ. ഇപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും, കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യും, അപ്ഡേറ്റഡ് ആയിരുന്നു. പിന്നെ ആദ്യം ഞങ്ങൾ ഇതുപോലൊരു ഫ്ലാറ്റ് എറണാകുളത്ത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചത് ഞങ്ങൾ പാലക്കാടുകാരാണ്. അപ്പോൾ അവിടെ ഇത് ഫ്ലാറ്റ് ലൈഫ് അത്ര ഇല്ല. അവിടെ എപ്പോഴും എല്ലാവരും ഒരു വില്ലേജ് ലൈഫിനോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങളുടെ മോള് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അപ്പോൾ അവൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഇൻഫോ പാർക്കിൻ്റെയും സ്മാർട്ട് വില്ലേജിൻ്റെയും, അതായത് 2010 ഇൻഫോ പാർക്കിൽ ഒരു ഏകദേശം ഒരു 25,000 ജോലിക്കാരാണെങ്കിൽ ഇപ്പോൾ 5 lakhs അടുത്തുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ഇത് പെട്ടെന്ന് ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് മോള് പറഞ്ഞു, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ എന്നെ നോക്കണം, കാക്കനാട് ബെസ്റ്റ് പ്ലേസ് ആണ്. ഞങ്ങൾ ആദ്യം പണ്ട് ഇവിടെ വരുമായിരുന്നേ, കൊച്ചിയിൽ ഇവർക്ക് വെസൽ വരും. അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ ഏരിയ ഒക്കെ കാണുമ്പോൾ ഇവിടെ ലോൺലി പ്ലേസാണ്, പേടിയാവും. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ആ ഡെവലപ്മെന്റ്സ് ആയപ്പോൾ പേടിയാണ്. പക്ഷെ അതിപ്പോൾ വളരെ ഒരു ശരിവനം മിനി ദുബായ് ഒക്കെ പോലെ ആ ചേഞ്ചസ് വന്നതാ. അതിന് നമ്മൾ താങ്ക്സ് ടു ഗവൺമെന്റ് എവരിത്തിങ്. ബിക്കോസ് ഇൻഫോ പാർക്കും സ്മാർട്ട് വില്ലേജും എല്ലാം ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ IT ഹബ്ബ് അത് വളരെ നല്ല കാര്യമാണ്. ആ മെട്രോ അതും വന്നു, അതും ഞങ്ങളുടെ ഒരു ലക്കാണ്. അതെ, ഞങ്ങൾക്കൊരു അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തത്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബിൽഡേഴ്സ് ആണ്. എന്തുകൊണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു? അതായത് എനിക്ക് ഇവരുടെ കുറേ ചാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും അവരെല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഇതിൽ റോയ് സാറായാലും ശരി, ഇപ്പോൾ MD ജോസഫ് സാറായാലും അവരുടെ ഒരു ഇത് വളരെ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇതിന് മുന്നേ പുതിയ കോൺഫിഡൻസ് പല ഫ്ലാറ്റുകളും പോയി നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം ഇതാ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കണ്ണടച്ചിട്ട് തന്നെ നമുക്ക് ഓക്കെ പറയാം. മറ്റു ബിൽഡേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ പോയി നോക്കിയതൊക്കെയാണ്. അപ്പോഴും നമുക്കൊരു അവർ പറയും, പക്ഷെ ചെയ്യുന്നത് വേറൊന്നും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവർ പറയുന്ന അതന്നെ അവർ നമ്മൾ മനസ്സിൽ എന്താ വിചാരിച്ച് അത് തന്നെ. ഇന്ന് നിങ്ങളുടെ മറ്റേ നോട്ടീസിൽ കണ്ട പോലെ മനസ്സിൽ ഉണ്ടായ അതേ വീട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് തുറന്നു കിട്ടി. അത് പിന്നെ പാലക്കാട് കോൺഫിഡൻറ്റുകാർ വന്നിട്ടില്ല, അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. പാലക്കാട് കോൺഫിഡൻറ്റ് എന്തായാലും വരണം. കാരണം എന്താണ് അതെ, പാലക്കാട് ഞങ്ങൾ നോക്കി സെർച്ച് ചെയ്തപ്പോൾ വേറെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നൈബറിംഗ് അതർ ഫ്ലാറ്റ്സിൽ ഓൾറെഡി ഉണ്ട്. എന്നിട്ടും ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്തത് നിങ്ങളുടെ ഒരു പേരും അതെന്തായാലും വളരെ നല്ലത്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ അതേ ടൈമിൽ തന്നെ തീർത്തു തന്ന ഒരു മെയിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ 2025 മാർച്ച് ഏപ്രിൽ മെയ്യോടുകൂടി നിങ്ങൾക്ക് കിട്ടും. അത് കറക്റ്റായി തന്നു. അതിലെല്ലാം ഹാപ്പിയാണ്. പിന്നെ ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഒരു 10 daysനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവുന്ന പോലെ, ഇവിടെ ഫുൾ 24 hours ലേബേഴ്സ് വർക്ക് ചെയ്യുന്ന പോലെ നന്നായിട്ട് ചെയ്തു. എന്തായാലും കോൺഫിഡൻറ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ഓക്കെ, താങ്ക് യു.